ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ അടുക്കളയിൽ രാവിലത്തെ ചോറിനുള്ളയും കാപ്പിക്കുള്ളയൊക്കെ ഒരുക്കങ്ങളാണ്. അപ്പോൾ ഇത് അരിയൊക്കെ ഞാൻ നേരത്തെ കഴുകിയിടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അരിയൊക്കെ കഴുകിയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചോറൊക്കെ ചോറൊക്കെയെന്ന് അരിയൊക്കെ കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ് നമ്മൾ കാപ്പിക്ക് ഉണ്ടാക്കേണ്ടത് എന്ന് വലിയൊരു ടാസ്ക്കാണ്. അതെല്ലാ അമ്മമാരുടെ ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ, എന്താണ് രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാപ്പിക്കുള്ളത് ഇടിയപ്പത്തിൻ്റെ പൊടി ഇരിപ്പുണ്ട്, റവ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ എളുപ്പത്തിന് ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കാമെന്ന് ഓർത്തു. പക്ഷേ ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കാമെന്ന് ഓർത്ത് ഞാൻ എടുത്ത് പാക്കറ്റ് ഉണ്ടെന്ന് വെച്ചാൽ അരിപ്പൊടിയുടെ പാക്കറ്റാണ് എടുത്തത്. ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ഉള്ളിയും സാധനങ്ങളും എല്ലാം എടുത്ത് കഴിഞ്ഞ് അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് അരിപ്പൊടി പാക്കറ്റ് എടുത്ത് വെച്ചതെന്ന് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. വളരെ നാണം കെട്ട് പിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുപോയി പിന്നെ നമ്മുടെ അരിപ്പൊടി എടുത്ത് ഇടുന്നതിന് ഇപ്പുറമായിട്ടാണ്. അപ്പോഴും ഞാൻ അറിയുന്നില്ല കേട്ടോ ഞാൻ അരിപ്പൊടി എടുത്തേക്കുന്നതെന്ന്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ അരിപ്പൊടി എടുത്ത് വറക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത് ഗൈസ്, അത് അരിപ്പൊടിയല്ലായിരുന്നു, റവയായിരുന്നെന്ന്. പിന്നെ അതുകൊണ്ട് മാറ്റിക്കൊണ്ട് വെച്ചിട്ട് പിന്നെ ഞാൻ റവ പോയി എടുത്തുകൊണ്ട് വന്നു കേട്ടോന്നേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇടയ്ക്ക് എടുത്തപ്പോഴത്തേനും അങ്ങനെ മാറിപ്പോയത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റും. ഭാഗ്യത്തിന് കുടഞ്ഞിട്ടില്ല. കുടഞ്ഞിടുന്നതിന് മുമ്പ് ഞാൻ കണ്ടു ഇത് കറക്റ്റ് കുടയാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോഴത്തേനും അറിഞ്ഞത് മാറിപ്പോയെന്നുള്ളത് വല്ലാത്തൊരു ഇതായിരുന്നു. ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ പണി മൊത്തം തീർന്നേനായിരുന്നു. പണി തീർന്നേനായിരുന്നല്ല, ആ പൊടി അത്രയും ചുമ്മാ വേസ്റ്റ് ആയേനെയായിരുന്നു. അപ്പം വേസ്റ്റ് ആകത്തില്ലായിരുന്നു, വറുത്ത പൊടി തന്നെയായിരുന്നു. അതുകൊണ്ട് കുടഞ്ഞിടേണ്ട വന്നേനെയായിരുന്നു. പിന്നെ ഞാൻ അതവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. എന്നിട്ട് റവ പാക്കറ്റ് എടുത്തു. ഞങ്ങൾക്ക് 2 പേർക്കുള്ളതുകൊണ്ട് ഇച്ചിരി തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. അപ്പോൾ 2 തവണ മേടിച്ചതിൻ്റെ റവ പാക്കറ്റ് ഇച്ചിരി ചെരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ആശീർവാദിൻ്റെയും പിന്നെ വേറെ ഏതൊരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്പയറി ഡേറ്റ് നോക്കുവാണ് ഇനി കഴിഞ്ഞതാണോ എന്ന്. കാരണം ഈ കഴിഞ്ഞ 2-3-4 ദിവസങ്ങളിലായിട്ട് ഇത് തന്നെയായിരുന്നു, ഇടിയപ്പം തന്നെയായിരുന്നു. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നില്ലായിരുന്നു. അപ്പോൾ എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ റവ പാക്കറ്റ് കുടഞ്ഞിടുന്നുണ്ട്. അപ്പം പ്രീമിയം റോസ്റ്റഡ് റവയാണ് കേട്ടോ. എന്നാലും ഞാനത് ഒന്നും കൂടെ വറുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. എനിക്ക് എന്നാലും ഒരു മനസ്സിനൊരു തൃപ്തി വരത്തുള്ളൂ. കാരണം ഓൾറെഡി വറുത്ത റവയാ ചുമ്മാ അങ്ങ് കുടഞ്ഞിട്ടാൽ മതി. പക്ഷെ എന്നാലും ഞാൻ ഒന്നും കൂടെ വറുക്കും. അപ്പോൾ നമ്മുടെ ഉപ്പുമാവൊക്കെ ഏകദേശം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പം ഉപ്പുമാവ് ഉണ്ടാക്കണം. ഉപ്പുമാവൊക്കെ സെറ്റ് കറിയൊക്കെ വെക്കാനുണ്ട്. നമ്മൾ എണ്ണയൊക്കെ എടുത്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഉപ്പുമാവ് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഉപ്പുമാവ് ഇടിയപ്പം ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ വെക്കുന്നുണ്ട്, എണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ക്യാമറ അടുത്തോട്ട് വെച്ച് കാണിക്കാത്ത എന്നാന്ന് വെച്ചാൽ അടുത്തോട്ട് വെക്കുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിൽക്കുന്ന സ്പേസ് ഇച്ചിരി കുറവാണ് കേട്ടോ. നമ്മൾ ഗ്യാസ് ഊറ്റി വെക്കുന്നതിൻ്റെ സൈഡിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അടുത്തേക്ക് വെച്ച് കാണിക്കാത്തത്. അടുത്തേക്ക് വെച്ച് കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് അടുക്കി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവൊക്കെ റെഡിയായി കൊണ്ടുപോയി വെച്ചു. ചായയൊക്കെ നേരത്തെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പുമാവിന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല കേട്ടോ. ഉപ്പുമാവ് തന്നെ നല്ല ഉപ്പുമാവാണ്. എനിക്ക് ഈ കറി ഇല്ലാതെ ഉപ്പുമാവ് തിന്നാണ് ഇഷ്ടം. പിന്നെ ചേട്ടായിയൊക്കെ ഇവിടെ പഞ്ചസാര കൂട്ടി ഉപ്പുമാവ് തിന്നും കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ പഞ്ചസാര ഇട്ട് തിന്നുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കല്ലാതെ തിന്നുന്നതാണ് കേട്ടോ ഇഷ്ടം. ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് എനിക്കങ്ങനെ തന്നെ തിന്നുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലോട്ട് ഇങ്ങോട്ടേക്ക് അമ്മയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുമെന്ന് വിചാരിച്ച് ഇരിക്കുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ചോറിന് കറിയായിട്ട് എപ്പോഴും ഈ പച്ചക്കറി ഇങ്ങനെ വെക്കുന്നതെന്ന് ഓർത്തോട്ട് ഇരുന്നപ്പോഴാണ് ചക്കക്കുരു ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ചക്കക്കുരു ഒന്ന് വെച്ചേക്കാമെന്ന് ഓർത്തു. പക്ഷേ എനിക്ക് ചക്കക്കുരും നമ്മുടെ വേലിച്ചീര ഇട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തൊടിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും വേലിച്ചീര കിട്ടി. കുറച്ചൊക്കെ 2-3 സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ചിട്ട് ഒറ്റയ്ക്കിടയ്ക്ക് തോരൻ വെച്ചായിരുന്നു, ചീര മാത്രം വെച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചീരയും ചക്കക്കുരുവും കൂടി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ചോറ് അവിടെ കിടന്ന് വേകുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ പാത്രം കൂടെ കഴുകി കഴിഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് പണിക്ക് ഇറങ്ങാം. പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയലക്കും മുറ്റോടിയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ പാത്രം കൂടെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. പാത്രം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ തൂത്ത് വരുന്നത്. അല്ലേ പിന്നെ തൂത്ത് വാരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും പാത്രം കഴുകുമ്പം പിന്നെയും വെള്ളമെല്ലാം വീഴുമല്ലേ. അതുകൊണ്ട് പാത്രം കഴുകെല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ തൂത്ത് വാരിയിട്ട് കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, കുഞ്ഞിനെയും കുളിപ്പിച്ചൊക്കെ ഒരുക്കി ഇരുത്തി. അപ്പോൾ ചേട്ടായി കഴിക്കാനൊക്കെ ആയിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ സിന്ദൂരം തൊട്ടപ്പോഴത്തേനും ഞാൻ ഇച്ചിരി കൂട്ട് സൈഡിൽ പറ്റി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് തുണി വിരിച്ചിടാനുണ്ട്. അപ്പോൾ തുണി വിരിക്കാനായിട്ട് ഇറങ്ങുവാണ്. കുറച്ച് തുണിയുള്ളൂ കേട്ടോ. ഞാൻ കുളിച്ച് മാറിയതും ചേട്ടായുടെ മുണ്ടും അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും കുഞ്ഞാപ്പി സൈക്കിളിലിരുന്ന് കളിക്കുകയൊക്കെ ആയിരുന്നു.
പിന്നെ ഞാൻ TV അങ്ങനെ വെച്ച് കൊടുത്താലും അവൾ അതിൽ കുറച്ച് ഇടയ്ക്കൊക്കെയാണ് കേട്ടോ നോക്കുകയുള്ളൂ, എന്നാൽ TV ഇട്ട് നിർത്താനും സമ്മതിക്കത്തില്ല. പിന്നെ ദേ അമ്മ വന്നപ്പോഴത്തേക്കും ചിക്കൻ കൊണ്ടുവന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ അമ്മ വന്നപ്പോൾ ചിക്കൻ കൊണ്ടുവന്നു. അപ്പോൾ ചിക്കനെല്ലാം ദേ മുളകൊക്കെ പുരട്ടി വെച്ചേക്കുകയാണ്. ഇവിടെ വറുത്തിട്ടാണ് കേട്ടോ കറി വെക്കത്തുള്ളൂ. വറുത്തിട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഫ്രൈ പോലെ ആക്കിയതിന് ശേഷമാണ് കേട്ടോ വെക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ദേ ഫ്രൈ ഒക്കെ പോലെ ആക്കിയിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ദേ ബ്രെഡും ചിക്കനും അമ്മ ഒന്നിപ്പോൾ ബ്രെഡും കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പിന്നെ ദേ ബ്രെഡും ചിക്കനും കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഇത് ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ നമുക്ക് ചക്ക കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ചാൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം അമ്മ ചക്ക കൊടുത്തുവിടാമെന്ന് ചേട്ടായോട് പറഞ്ഞായിരുന്നു. അപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പോന്നു ഇങ്ങോട്ടൊന്ന് നേരത്തെ പോന്നു. കുളിച്ചിട്ടൊന്നുമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ചേട്ടായി ചക്കയൊക്കെ മുറിച്ച് കൊടുത്തു. അമ്മ അതിൻ്റെ ബാക്കിയൊക്കെ വെട്ടിയിട്ട് തരുന്നുണ്ട് കേട്ടോ. ഇനി എൻ്റെ ടാസ്ക്കാണ് ഇത് വേവിക്കാമെന്ന് അറിയാമെന്നൊക്കെ ഉള്ളത്. അമ്മ കുറച്ചൊക്കെ അരിഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി. ഇനിയിപ്പോൾ വൈകുന്നേരം നമുക്ക് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയൊക്കെ കൂട്ടിയൊക്കെ തിന്നിട്ട് വേണം നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് ഫിനിഷ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ടാറ്റാ.